അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു സദസ്സിൽ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയത്. അൽഹംദുലില്ലാ. നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പകർത്തി പാലിച്ച് അള്ളാഹുവിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് സൂറത്തുൽ അഹ്ഖാഫ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഏകദേശം അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. 32 ആയത്തുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി 31 ആയത്ത് എടുത്ത് 32ാമത്തെ ആയത്താണ് ഇനി എടുക്കാനുള്ളത്. 31 ആയത്തുകൾ നമ്മൾ എടുത്ത് ഇനി 32ാമത്തെ ആയത്ത് എടുക്കാനുള്ളത്. ഇവിടെ പിന്നെ ലാസ്റ്റ് പറഞ്ഞ സന്ദർഭം എന്ന് പറയുന്നത് നമുക്കറിയാലോ. ജിന്നുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ കേട്ട് അതിനെ ശ്രദ്ധിച്ച് കേട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുത്ത ആ ഒരു സന്ദർഭമാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് അതിനെ തുടർന്ന് അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി, അള്ളാഹുവിന്റെ ദൂതന്റെ വിളിക്കുത്തരം നൽകി അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കുകയും നരകത്തിൽ നിന്ന് അവരെ കാത്തു രക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം ഇങ്ങനെയുള്ള ഓരോ വാക്കുകളും നമ്മളെ ഹൃദയത്തിൽ അത് സ്പർശിക്കണം. കാരണം അല്ലാഹു തആല പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലെ. നമ്മളെ റബ്ബ്, നമ്മളെ സൃഷ്ടിച്ച ഈ ലോകങ്ങളുടെ മുഴുവനും റബ്ബായ റബ്ബുൽ ആലമീനായ റഹ്മാനു റഹീമുമായ റഊഫുർ റഹീമായ അൽ വദൂദായ അല്ലെ അൽ മലിക്കുൽ ഖുദ്ദൂസായ യാവൽ ജലാലി വൽ ഇക്റാമായ നമ്മുടെ റബ്ബാണ് ഈ പറയുന്നതൊക്കെ. അപ്പോ ആ പറയുന്ന കാര്യങ്ങളിൽ അത്രയും അതിന് സീരിയസ്നെസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ അത് എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അല്ലെ വിശ്വസിക്കുക. അള്ളാഹുവിന് നമ്മൾ ഉത്തരം നൽകാം. അള്ളാഹുവിന്റെ ക്ഷണം അല്ലെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത്. അത് നമ്മൾ സ്വീകരിച്ചാല്, എന്നിട്ട് നമ്മൾ ആ കൊണ്ടുവന്ന കാര്യത്തിൽ വിശ്വസിച്ചാല് നമുക്ക് അല്ലാഹു തആല പാപങ്ങളെല്ലാം പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്താ വേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ ഓരോരുത്തരും അൽഹംദുലില്ലാ വിശ്വാസികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് എത്തിച്ചു തന്ന പരിശുദ്ധ ഖുർആനിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം ആ വിശ്വാസം നമ്മളെ ഹൃദയത്തിൽ അടിയുറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എന്താക്കാം, പരിശോധിക്കാം. എന്നിട്ട് അത് നമ്മൾ സ്വയം എന്താക്കാം, ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുകയും ചെയ്യാം. നമ്മളിലുള്ള ആ വിശ്വാസം. ഇപ്പം ഇന്നലെയാണെന്ന് ഒരു വീഡിയോ, ഒരു പോസ്റ്റ്, ഒരു ചെറിയൊരു വീഡിയോ. അപ്പൊ അതില് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ പരസ്യ ജീവിതം എത്രത്തോളം നന്നാകുന്നുണ്ട് അതിനേക്കാൾ നല്ലതാകണം നിങ്ങളുടെ രഹസ്യ ജീവിതം എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഓരോരുത്തരും ശരിക്കും നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അതിലെ, നമ്മൾ പരസ്യമാണോ ഏറ്റവും നന്നാക്കുന്നത്
അതല്ല നമ്മൾ രഹസ്യമാണ് ഏറ്റവും നന്നാക്കുന്നത്. പുറമേ നല്ല വൃത്തി ഉണ്ടായിട്ട് അല്ലെ, ഉള്ളില് വൃത്തിയില്ലെങ്കിൽ അതിൽ കാര്യമില്ല. അപ്പം അകവും പുറവും വൃത്തി ഉണ്ടാകണം. അകമാണ് പുറമേക്കാളും കൂടുതൽ വൃത്തി ഉണ്ടാകേണ്ടത് അല്ലെ. അതായത് നമ്മളെ മനസ്സ്, നമ്മളെ ഉള്ളിന്റെ ഉള്ള്, നമ്മൾ ഒറ്റയ്ക്കാകുമ്പോ, ആരും ഇല്ലാത്തപ്പോ നമ്മളും റബ്ബുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്, നമ്മുടെ നിസ്കാരം എങ്ങനെയാണ്, നമ്മളെ മറ്റേ ഇബാദത്തുകൾ എങ്ങനെയാണ്, ഓരോരുത്തരും സ്വന്തത്തോട് തന്നെ ചോദിക്കുക, നന്നാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഏറ്റവും അല്ലെ, പരസ്യത്തിനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ രഹസ്യ ജീവിതം. അങ്ങനെ ആക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ പിന്നെ ഈ ഒരു വിശ്വാസത്തിന്റെ കാര്യം നമ്മൾ ഓരോരുത്തരും പിന്നെ എന്താ പറയാ പറയുന്നുണ്ട്, നമ്മളെ വാഗൊണ്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലെ, നമ്മൾ വിശ്വസിക്കുന്നെന്നും എന്താ പറയാ ഇതാക്കുന്നതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് എത്രത്തോളം നമ്മള് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ വെറും വാക്കിൽ ഒതുങ്ങുന്നതല്ല. അത് നമ്മളെ പ്രവർത്തനങ്ങളിലൂടെ ആ ഒരു കാര്യം കടന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. അപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇന്ന് മരിച്ചാല് ഇപ്പൊ മരിച്ചാല് നമ്മളെ സ്ഥാനം എവിടെയായിരിക്കും, നമ്മളെ ആരായിരിക്കും നമ്മളെ റൂഹ് കൊണ്ടുപോകാൻ വരിക, നമ്മളെ ഖബറിലെ അവസ്ഥ എന്തായിരിക്കും, നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. അള്ളാഹു ഏറ്റവും നല്ല മരണം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമുക്ക് അടുത്ത ആയത്ത് നമുക്ക് നോക്കാം. ഓരോ ആയത്തുകളും നമുക്ക് നമ്മളെ ജീവിതത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. 32-ാമത്തെ ആയത്ത് നമുക്കൊന്ന് ഓതി കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن لا يجب داعي الله فليس بمعجز في الأرض وليس له من دونه أولياء أولئك في ضلال مبين. ومن لا يجب داعي الله. വമൻ ലാ യുജിബ്, ഉത്തരം ചെയ്യാത്തവർ, ആരുത്തരം ചെയ്തില്ലയോ, ദാഇ അല്ലാഹ്, അള്ളാഹുവിന്റെ ക്ഷണക്കാരൻ, അതായത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആ ആൾക്ക്, അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ആ പ്രബോധകന്റെ വിളിക്ക് ആരുത്തരം നൽകുന്നില്ലയോ, ഫലൈസ, എന്നാൽ അവനല്ല, ബിമുഅ്ജിസിൻ, അസാധ്യമാക്കുന്ന, തോൽപ്പിക്കുന്നവൻ, ഫിൽ അർളി, ഭൂമിയിൽ, വലൈസ ലഹു, അവനില്ല താനും, മിൻ ദൂനിഹി, അവന് പുറമെ, അതായത് അല്ലാഹുവിനും, ഔലിയാ, രക്ഷാകർത്തുക്കൾ, ബന്ധുക്കൾ, ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലാണ്. അള്ളാഹുവിന്റെ പ്രബോധകന്റെ, അതായത് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ആ പ്രബോധകന്റെ വിളിക്ക് ആരെങ്കിലും ഉത്തരം നൽകാതിരുന്നാൽ ഭൂമിയിൽ അവൻ അള്ളാഹുവിനെ തോൽപ്പിക്കാനാവില്ല.
അവന് അള്ളാഹുവിന് പുറമെ യാതൊരു രക്ഷാധികാരികളും ഉണ്ടായിരിക്കുകയുമില്ല. അത്തരക്കാർ കൃത്യമായ വ്യക്തമായ വഴികേടിലാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ജിന്നുകള് തങ്ങളുടെ സമൂഹത്തിലേക്ക് പോയി ആ ഒരു മുന്നറിയിപ്പ് നൽകിയതിന്റെ തുടർച്ചയായിട്ടുള്ള ആയത്താണ്. പക്ഷെ ഈ ഓരോ ആയത്തും ജിന്നുകളെ കാര്യമാണ് പറയുന്നതെങ്കിലും നമ്മൾ ഓരോരുത്തരും അതിനെ വളരെ പ്രാധാന്യത്തോടു കൂടി എടുക്കേണ്ട ആയത്തുകളാണ്. അതായത് ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹിനെ തോപ്പിക്കാനൊന്നും അവന് കഴിയൂല. ഉം ആകാശത്തെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഇനി അവന് വേറെ ആരെങ്കിലും രക്ഷയ്ക്കായിട്ട് ഉണ്ടാവുമോ? അതും ഉണ്ടാവൂല. ഉം അവര് വ്യക്തമായ വഴിപ്പിഴവിലാണെന്നും കൂടിയാണ് പറയുന്നത്. ഉം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജിന്നുകളിൽ നിന്ന് ഒരു സംഘം അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ട് അവർ കാര്യം മനസ്സിലാക്കി അവർ സ്വന്തം ജനങ്ങളിലേക്ക് മടങ്ങിയിട്ട് പറഞ്ഞല്ലേ, നിങ്ങൾ എന്താകണം, അള്ളാഹുവിന് വിളിക്ക് ഉത്തരം നൽകണം, അവര് വിശ്വസിക്കണം. നേരത്തെ അതാണ് പറഞ്ഞത് അല്ലെ, അജീബു ദാഇ അല്ലാഹ് ആമിനു ബിഹി. അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് അതിന് ഉത്തരം നൽകാത്ത ആളുകൾ. അപ്പൊ ഈ വിളി വിളി എന്ന് പറയുമ്പോ എന്താണ് വിളിക്കുന്നത്? എന്താണ് അല്ലെ? തൗഹീദിലേക്കാണ് ക്ഷണിക്കുന്നത്, ഈമാനിലേക്കാണ് ക്ഷണിക്കുന്നത്, ഇസ്ലാമിലേക്കാണ് ക്ഷണിക്കുന്നത് അല്ലെ, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്കും അള്ളാഹുവിന്റെ ഈമാനിലേക്കും അള്ളാഹുലേക്കുള്ള അങ്ങേയറ്റത്തെ കീഴ്വണക്കം, അനുസരണയിലേക്ക് അല്ലെ, ആ ഒരു അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വിളിയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശ്വാസികളാണെങ്കിൽ സെമിഅന വഅതഅന അല്ലെ, പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ എന്താകണം? കേൾക്കാ മാത്രം പോരാ, നമ്മൾ എന്താക്കണം? അനുസരിക്കണം. ശരിക്കും ഇന്ന് ധാരാളമായ കേൾവി നടക്കുന്നുണ്ട് അല്ലേ? നമ്മള് കേൾക്കുന്നതിന്റെ ആൾക്കാരായി മാത്രം മാറിപ്പോകുന്നുണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാറുണ്ട്. ഞാൻ എന്റെ കാര്യം തന്നെ പറയുന്നതാണേ. നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല ക്ലാസ്സുകളിലൂടെയും കേൾക്കുന്ന, ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മള് എത്രത്തോളം ആ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് എന്നുള്ളത് ചിന്തിച്ചു നോക്കുമ്പോ, ഇപ്പം സഹാബാക്കളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുമ്പോൾ സഹാബാക്കളുടെ ചരിത്രം കടന്നു വരുന്നുണ്ടല്ലോ. അങ്ങനെ ചരിത്ര ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കുമ്പോ ശരിക്കും നമ്മൾ ഒന്നുമല്ലാതെ ഒരു വളരെ ചെറിയൊരു കുഞ്ഞു ഒരു എന്താ പറയാ ഡോട്ട് മാത്രമായിട്ട് ചുരുങ്ങി പോകുന്ന പോലെ പലപ്പോഴും ഫീലായി പോകുന്നു. കാരണം അവരുടെയൊക്കെ ആ ഒരു ഈമാൻ അല്ലേ, സുബ്ഹാനല്ലാഹ്. നമ്മള് നേരത്തെ റമളാനിന്റെ തൊട്ട് മുമ്പ് നിർത്തിവെച്ച ഒരു ഇനാമുൽ ഹസൻ ഉസ്താദിന്റെ സീറ ക്ലാസ് ഉണ്ടല്ലോ, അതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ക്ലാസ് കഴിഞ്ഞു. ഞാനത് മിഷ്കാത്തിലേക്ക് ഷെയർ ചെയ്യാം. നമ്മളിവിടെ ഗൂഗിൾ മീറ്റിൽ മുമ്പ് ഷെയർ ചെയ്തുകൊണ്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ കുറെ ആൾക്കാർ കണ്ടിന്യൂസ് ആയി കേൾക്കുന്നുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൽ കേൾക്കാം കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. മാഷാ അല്ലാ, എന്ത് മനോഹരമായിട്ടാണെന്നറിയോ ഓരോ ചരിത്രങ്ങളും പറയുന്നത്. ഉഹദ് യുദ്ധത്തിന് ശേഷമുള്ള സംഭവങ്ങളാണ് പറയുന്നത്. അപ്പൊ അതില് ഓരോ സഹാബാക്കളെ കുറിച്ചും ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് സഹാബ വനിതകളെ കുറിച്ചാണ്. സഹാബ വനിതകൾ എന്ന് വെച്ചാല് യുദ്ധത്തിൽ പങ്കെടുത്ത, പോരാടിയ, അങ്ങനെയുള്ള സഹാബ വനിതകളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറയാ, അതില് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഓരോ ആളുകളെ കുറിച്ച് വളരെ നല്ല എന്താ പറയാ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മളിതെല്ലാം കേൾക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. ശരിക്കും ആ ലന്തനാലുൽ ബിർറ എന്നുള്ള ആയത്ത് ഞാൻ തന്നെ ഒരുപാട് തവണ എടുത്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഏഹ് പല തവണയായിട്ട് കേട്ടിട്ടുണ്ട്, ഒരുപാട് തവണ ഓതിയിട്ടുണ്ട്. ഉം പക്ഷെ നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. അതുപോലെ
അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട്. അതില് അദ്ദേഹത്തിന് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ബൈറുഹ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നെല്ലാവർക്കും അറിയുന്നതാണ്. രണ്ടാമത്തെ വിഷയം ഞാൻ കേട്ടത് എന്താ പറയുന്നത് വെച്ചാല്, അദ്ദേഹത്തിന് നിസ്കാരത്തില് ഈ തോട്ടത്തില് ഒരു കുരുവിയ വന്നിട്ട് ഇരുന്ന് എന്തോ ഇതാക്കുന്ന ആ ഒരു ചിന്ത പെട്ടെന്ന് നിസ്കാരത്തില് ചിന്ത ചെറുതായിട്ട് മാറിപ്പോയി എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആ ഒരു അശ്രദ്ധ വന്നു, ചിന്ത വന്നപ്പോ അപ്പോഴേക്കും അദ്ദേഹം അത് അള്ളാന്റെ മാർഗത്തിൽ അങ്ങ് കൊടുക്കാൻ തയ്യാറായി. അതായത് നമുക്ക് അല്ലെ ശരിക്കും ഞാനതിങ്ങനെ കേട്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടിട്ടില്ലേ. അത് കേട്ട ശേഷം ഞാൻ നിസ്കരിക്കുമ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, പിന്നെ ഇതുപോലെ നമുക്ക് നമ്മളുമായി കണക്ട് ചെയ്ത പല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അന്നേരം ഞാൻ വിചാരിക്കുന്നു, റബ്ബേ, സഹാബാക്കളെല്ലാം ഇങ്ങനെ നിസ്കാരത്തിൽ അശ്രദ്ധമായ ഒരു കാര്യം അത് അവർ പെട്ടെന്ന് അവരിൽ നിന്ന് അത് ഒഴിവാക്കിയ ചെയ്യുന്നത്. അള്ളാന്റെ മാർഗത്തിലേക്ക് ഒറ്റ മിനിറ്റ്. അപ്പൊ പിന്നെ എന്താ പറയാ, ആ ഒരു അല്ലെ, അവരെ അശ്രദ്ധമാക്കിയ കാര്യങ്ങൾ അവരിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ചുറ്റും എന്തെല്ലാം കാര്യങ്ങളാണല്ലേ നമ്മളെ നിസ്കാരത്തെ അശ്രദ്ധമാക്കുന്നതായിട്ടുള്ളത്. എത്രത്തോളം നമുക്ക് അതിനെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കാൻ പറ്റുന്നുണ്ട്, അത് ചിന്തിച്ചിട്ട് ഭയങ്കര എനിക്ക് എന്താ പറയാ, സ്വന്തത്തോട് തന്നെ ഒരു ഇത് തോന്നൂലേ നമുക്ക്, എന്താ പറയാ, ഒരു ലജ്ജ തോന്നൂലേ. ഭയങ്കര ഒരു എന്താ പറയാ, സുബ്ഹാനല്ലാഹ്, സഹാബാക്കളുടെ ഒക്കെ ഈമാൻ, അവരുടെ ദറജ അല്ലെ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കൂടെ കഴിഞ്ഞ ആളുകളാണ്. അതിൻ്റെതായ ഫളായിലുകൾ അവർക്ക് എന്തായാലും ഉണ്ടാകും. എന്നാലും നമ്മളിത് എത്ര കാലായി നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേൾക്കുന്ന, അറിയുന്നു, മനസ്സിലാക്കുന്നു അല്ലെ. നമ്മളെ ജീവിതത്തോട് നമുക്ക് അത് എത്രത്തോളം, ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് സദക്ക കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണോ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്? അതല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതും നമ്മൾ എടുത്തു വെച്ചിട്ട് നമുക്ക് വേണ്ട അല്ലെങ്കിൽ കൊടുത്താൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നതാണോ നമ്മൾ കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ ഈ ഒരു ആയത്ത് പ്രാവർത്തികമാക്കാന്, ഈ സഹാബാക്കളുടെ ആ ഒരു ഈമാന്, ആ ഒരു ദർജയിലേക്ക് നമുക്ക് എത്താൻ എപ്പോഴാ സാധിക്കാല്? അള്ളാഹുവെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒക്കെ നല്ല ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം കേൾവിക്കാരായിട്ട് ഇങ്ങനെ തുടർന്നു പോകാതെ കേൾക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അള്ളാഹുവിന്റെ ആ ഒരു തൗഹീദിലേക്ക്, ഈമാനിലേക്ക്, എന്താണ്, അനുസരണം അല്ലെ, അത്താ സമിഅന വ അതാന എന്ന് പറയുന്ന ആ ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അപ്പൊ അങ്ങനെ ഏഹ് കേട്ടിട്ട് പിന്നെ അനുസരണയിലേക്ക് എത്തുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ വിളിക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്താ പറയുന്നത് അല്ലെ? മനുഷ്യന് എത്ര ശക്തിയും സമ്പത്തും അധികാരവും എന്തുണ്ടായാലും അള്ളാഹു ഇല്ലെന്ന് അവന് രക്ഷപ്പെടാനൊന്നും കഴിയൂല. ഉം അള്ളാഹുവിന്റെ കൽപ്പനകൾ നിരസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻക്കൊരിക്കലും യഥാർത്ഥമായ സുരക്ഷിതത്വം നേടാൻ കഴിയൂല. ഒരാളും അവനെ സഹായിക്കാൻ ഉണ്ടാവൂല. അതാ അള്ളാഹു താല പറയുന്നത്. വലൈസലഹു മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ അവന് യാതൊരു രക്ഷാധികാരികളും ഇല്ല. ഉം ലോകത്തിപ്പോ നമുക്ക് പല സഹായികൾ ഉണ്ടായേക്കാം. അതായത് കുടുംബം അല്ലെ, സുഹൃത്തുക്കള്, സമ്പത്ത്, അധികാരം, ഇങ്ങനെയെല്ലാം. ഉം പക്ഷെ ഇതിനെ കൊണ്ട് നമുക്ക് ദുനിയാവിൽ ചിലപ്പോ
കാണുന്ന കാഴ്ചയിൽ ഭയങ്കര നല്ല ജീവിതമായിരിക്കാം. ഉം പക്ഷെ അള്ളാന്റെ മുമ്പില് അവസാനത്തെ ഒരു നിമിഷം ഉണ്ടല്ലോ അല്ലെ, അവിടെ നമുക്കാർക്കും അള്ളാന്റെ ഒരു അനുവാദം ഇല്ലാതെ ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ കഴിയില്ല. ഇല്ലാ ബി ഇദ്നി അല്ലെ, ഇല്ലാ ബി ഇദ്നി, അള്ളാന്റെ അനുവാദം വേണമെങ്കിൽ. അള്ളാന്റെ അനുവാദം ഇല്ലാതെ ഒരു ശുപാർശകന് ഒരു ശുപാർശ ചെയ്യാനോ ഒരാൾക്ക് ഒരാളെ സഹായിക്കാനോ ഒന്നിനും സാധിക്കൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിനെ കൂടാതെ ഒരു രക്ഷാധികാരി ഉണ്ടാവൂല. ഉം ഉണ്ടാവൂല. ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. അവരാണെങ്കിലോ വ്യക്തമായ വഴികേടിലാണെന്ന് പറഞ്ഞത്. ഉം അപ്പം സത്യം വ്യക്തമായി മനസ്സിലായിട്ടും അതിനെ സ്വീകരിക്കാതെ നിരസിക്കുക എന്നുള്ളത് അല്ലെ, അതെന്താണ്? സാധാരണമായ നിസ്സാരമാക്കാൻ കഴിയുന്ന ഒരു തെറ്റല്ല അത്. അതെന്താണ്? വലാലിം മുബീന എന്ന് പറഞ്ഞത് വ്യക്തമായ വഴികേടാണ്. വ്യക്തമായ വഴികേടാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അല്ലെ, നമ്മൾ അള്ളാഹിനെ വിളിക്ക് ഉത്തരം നൽകുന്നുണ്ടാ? നമ്മൾ അതിന് പ്രതികരിക്കുന്നുണ്ടാ? നമ്മളെ റബ്ബ് നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമ്മളെ റബ്ബ് നമ്മളെ വിളിക്കുന്നില്ലേ? എങ്ങോട്ടാ വിളിക്കുന്നത്? ഹയ്യാലസ്സലാഹ്, ഹയ്യാലൽ ഫലാഹ് അല്ലെ. മുഅദ്ദിനിന്റെ ശബ്ദത്തിലൂടെ നമ്മളെ റബ്ബ് നിസ്കാരത്തിലേക്ക് അള്ളാഹ് വിളിക്കുന്നുണ്ട്, വിജയത്തിലേക്ക് വിളിക്കുന്നുണ്ട് അല്ലെ. അവിടെ ഹയ്യാല സ്വല ഹയ്യാല ഫല പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ശരിക്കും നമ്മള് ഞാൻ എപ്പോഴും ഈ ബാങ്കിന്റെ കാര്യം ഇങ്ങനെ പറയല്ലോ. പലപ്പോഴും ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്കും മിസ്സായി പോകാറുണ്ട്. അപ്പൊ ഞാൻ എന്നിട്ട് റബ്ബിനോട് മിഞ്ഞാന്നില്ലേ ഞാൻ പറഞ്ഞു, പഠിച്ചോനെ നമുക്ക് എല്ലാ സമയത്തും ഇങ്ങനെ ബാങ്ക് കേൾക്കാന്, ആ കേട്ടിട്ട് ജവാബ് ചെയ്യാന് കൃത്യമായിട്ട്. കേട്ടാൽ അത് ജവാബ് ചെയ്യാറുണ്ട്, പക്ഷെ ചില സമയത്ത് നമ്മളത് കേൾക്കൂല. ഈ പറഞ്ഞ പോലെ റൂമില് വാതിലടച്ച് ഫാൻ ഇട്ടിട്ട് നമ്മള് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യാപൃതരാകുന്നെങ്കിൽ അങ്ങനെല്ലാം ആവുമ്പോ നമ്മളതിന് ശരിക്ക് കേൾക്കൂലല്ലോ. അപ്പൊ ചില സമയത്ത് പിന്നെ നമ്മള് ഈ ഇങ്ങനെ അശ്രദ്ധമായി പോവാറുണ്ട്. അപ്പം ഭയങ്കര സങ്കടം. എന്നിട്ട് അള്ളാന്റെ ദുആ ചെയ്ത് ഭയങ്കര സങ്കടം പഠിച്ചോനെ. അപ്പൊ അന്ന് പറഞ്ഞതിന് ശേഷം മുതലില്ലേ എന്താന്നറിയില്ല, സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാന്റെ ആ ഒരു റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹം. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ അത്രയും അത്യാഗ്രഹത്തോടെ പിന്നെ ആഗ്രഹിച്ചിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാല് അപ്പോ പിന്നെ ബാങ്ക് ഇങ്ങനെ എല്ലാ സമയത്തും കേൾക്കാനുള്ള എന്താ പറയാ സാഹചര്യ സന്ദർഭം അള്ളാഹു തആല അനുകൂലമാക്കി തന്നു. ഭയങ്കരം എന്താ എനിക്കത് ഓരോന്നും ഓരോ സമയത്തുള്ള ബാങ്കും അതിങ്ങനെ കേട്ട് അതിങ്ങനെ ഒന്നിച്ച് ചൊല്ലി അതിന് ഉത്തരം ചെയ്ത് ദുആ ചെയ്യണമെന്ന് ഭയങ്കര ഇങ്ങനെ ആഗ്രഹം. എപ്പോഴും പിന്നെ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ ചിലപ്പോഴൊക്കെ മിസ്സായി പോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹം, അത് ഒന്ന് കൃത്യതയോടെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും വന്നപ്പോ സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഭയങ്കര ഒരു സമാധാനം. അൽഹംദുലില്ലാഹ്. അള്ളാഹു നിലനിർത്തി തരട്ടെ, നിലനിർത്തി തരട്ടെ അള്ളാഹു. അങ്ങനെയുള്ള കാര്യങ്ങൾ നന്മയായിട്ട് നമുക്ക് അല്ലെ, നമ്മള് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അത്തരം കാര്യങ്ങള് എപ്പോഴും ഞാനിത് നിങ്ങളോട് പറയുന്നത് ഞാൻ ചെയ്തത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലുമല്ല. അത് എന്താ പറയാ പിന്നെ അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളെന്ന് വിചാരിച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ അവഗണിച്ച് മാറ്റി നിർത്തിയ പല നന്മകളും നമുക്ക് വലിയ നേട്ടങ്ങൾ നേടിത്തരുന്ന വലിയ സൽക്കർമ്മങ്ങളാണത്. നമ്മുടെ മീസാനിൽ അല്ലെ, നമ്മൾ മരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇന്നിപ്പം ളുഹർ കഴിഞ്ഞു, ഇനി അസറാണുള്ളത്. ഈ കഴിഞ്ഞ ളുഹറിന്റെ ബാങ്ക് ഇനി നമുക്ക് എങ്ങനെ കേൾക്കാനാ അല്ലെ? കഴിയൂലല്ലോ. കഴിഞ്ഞു പോയത് കഴിഞ്ഞില്ലേ. ആ ഒരു നന്മ നമുക്ക് ഇനി ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പിറകോട്ട് പോകാൻ കഴിയൂല. അപ്പൊ നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടങ്ങൾ തന്നെയല്ലേ അല്ലെ. അപ്പൊ ആ ഒരു നന്മ ഇനി കിട്ടൂല. അങ്ങനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ എത്ര എത്ര നന്മകൾ നമ്മളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞ്. നമ്മൾ മുന്നോട്ട് ചിന്തിക്കനി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളില് നമ്മുടെ സമയങ്ങള് നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. നമ്മൾ അത്രയും അല്ലെ, എത്ര കാലം ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മള് അള്ളാഹുവിന്റെ ഇപ്പൊ ഒരു ബാങ്ക് കേൾക്കാന്ന് പറയുമ്പോ പിന്നെ
അതിന് ഒരുപാട് മഹത്വവും ശ്രേഷ്ഠതയും പറയുന്നുണ്ടെങ്കിൽ അത് അത്രയും അതിലെ വചനങ്ങളിൽ തന്നെ അത് കിടക്കുന്നുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് സൂറത്തു ദുഹ, സൂറത്തു ഷറഹ് ഒക്കെ അവതരിപ്പിച്ചത്. മാനസികമായിട്ട് നല്ല പ്രയാസമുള്ള സമയത്ത് അല്ലെ? അവിടെ അള്ളാഹു തആല പറയുന്നില്ല, അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ദഹ്റക് വറഫഅനാ ലക ദിക്റക്. അല്ലെ? അതായത് നിനക്ക് ഹൃദയവിശാലത നൽകിയില്ലേ, നിന്റെ മുതുകിനെ നെരിച്ചു കളഞ്ഞ ആ ഭാരം ഞാൻ നിനക്ക് ഇറക്കി വെച്ച് തന്നിട്ടില്ലേ, നിന്റെ കീർത്തി ഞാൻ വാനോളം അല്ലെ ഉയർത്തി തന്നില്ലേ. അത്രയും അള്ളാഹുലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഉയർത്തിയത്. അതുപോലെ സൂറത്തു ളുഹായിലും അങ്ങനെ തന്നെ പറയുന്നത്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. അല്ലെ? പരലോകമാണ് നിനക്ക് ഈ ദുനിയാവിനേക്കാളും ഏറ്റവും ഉത്തമമായത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ രണ്ട് സൂറ് ഭയങ്കര ആശ്വാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അത് ഓതുമ്പയില്ലേ, അതിന്റെ അർത്ഥങ്ങൾ അറിഞ്ഞ് നമ്മൾ ഓതുമ്പോ നമുക്കും കിട്ടും ആ ഒരു ആശ്വാസം, ആ ഹൃദയവിശാലത. അല്ലെ? അലം നശ്റഹ്, അള്ളാഹുവേ റബ്ബിഷ്റഹ് ലീ സദ്രീ. അല്ലെ? അള്ളാഹുവേ ഞങ്ങളെ ഹൃദയത്തിന് നീ വിശാലത താ റഹ്മാനെ. നമ്മളെ ഹൃദയമിലെ കുടുങ്ങി പോകല്ല, കുടുസായി പോകല്ല റബ്ബേ. എല്ലാം കേൾക്കാനും കാണാനും അറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും എല്ലാം ആക്സെപ്റ്റ് ചെയ്യാനുള്ള വിശാലമായ ഹൃദയം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്ക റഹ്മാനെ. അല്ലെ? നമ്മൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഉയർത്തിയ കാര്യം പറയുന്നത് അവിടെ ശരിക്കും ഓരോ ഈ ലോകത്ത് ഓരോ സെക്കൻഡിലും നമ്മള് അള്ളാഹുവിനെ തക്ബീർ ചൊല്ലുന്നുണ്ട്. അതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും പറയുന്നുണ്ട് അല്ലെ? അതായത് എല്ലാ ബാങ്കിലും അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയുന്നുണ്ട് അല്ലെ? അത് പറയുന്ന ഓരോ സ്ഥലങ്ങളില് ബാങ്കിന്റെ സമയ വ്യത്യാസമാണല്ലോ. 5 നേരത്തെ നിസ്കാരത്തിന്റെ ബാങ്കിന്റെ സമയങ്ങള് ചില ചെറിയ 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 വ്യത്യാസത്തിൽ നമ്മൾ കേരളത്തിൽ തന്നെ അല്ലെ 5 മിനിറ്റിന്റെയും 2 മിനിറ്റിന്റെയും 3 മിനിറ്റിന്റെയും വ്യത്യാസത്തിൽ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അതങ്ങനെ വേറെ നാടുകളിലേക്ക് പോകുമ്പോ ഓരോ സമയ വ്യത്യാസത്തിൽ പല സ്ഥലങ്ങളിലും അള്ളാഹുവിന്റെ ഈ ബാങ്കൊലി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചില്ലേ പറയാതെ ശരിക്കും ചിന്തിച്ചു നോക്കിയട്ടെ. നമ്മൾ ഇന്നിപ്പോ ഒരു സദസ്സിൽ നമ്മൾ എത്ര തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞില്ലേ? നിങ്ങൾ ഓരോരുത്തരും അത് കേട്ടപ്പോ സലാത്ത് ചൊല്ലിയ അള്ളാന്റെ റസൂലിന്റെ പേരില്? പിശുക്കന്മാരാണെന്നാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവന് പിശുക്കണം. അത് മാത്രല്ല, ജിബ്രീൽ അലൈഹിസ്സലാം ആമീൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച്. എന്താ പ്രാർത്ഥിച്ചേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. നമ്മൾ പിശുക്കന്മാരാണോ? നമ്മൾ ശാപത്തിന് ഇരയായവരാണോ? ആലോചിക്കുക, ചിന്തിക്കുക. നന്മകളാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അല്ലെ? ഇപ്പൊ നമ്മള് ദിവസേന എത്ര തവണ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പറയുന്നില്ലേ? റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മൾ പറയുന്നു, ബാങ്ക് കൊടുക്കുന്നു, ബാങ്കിന് ജവാബ് ചെയ്യുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു. ബാങ്കിൽ ഇഖാമത്തിലൊക്കെ വരുന്നുണ്ടല്ലേ എത്ര സ്വലാത്തുകള്, നിസ്കാരത്തിലും അല്ലാതെയും ഒക്കെ ആയിട്ട് നമുക്ക് എത്ര നന്മകൾ നേടാനുള്ള അവസരം അല്ലെ? ഇതൊന്നും ചെറുതല്ല കേട്ടാ. ഇതൊക്കെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. നമ്മൾ പ്രതികരിക്കണം. അള്ളാഹു അല്ലെ? അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹന്നാസ് എന്നൊക്കെ വിളിച്ചിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ വിളിക്കുന്നുണ്ട്. എത്ര വിളി അല്ലെ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമുക്ക് അത് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടോ? ഖുർആനിലെ ഓരോ കാര്യങ്ങള് നമ്മൾ കേൾക്കുമ്പോ, ഓരോ ക്ലാസ്സിലൂടെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോ അപ്പൊ തന്നെ ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അതല്ല, ഇത് ചെയ്യണം, ഇൻഷാ അല്ലാഹ് ചെയ്യണം, മാറ്റങ്ങൾ വരുത്തണം, ഇൻഷാ അല്ലാഹ്. എനിക്ക് കുറെ വീക്ക്നെസ് ഉണ്ട്, അതൊക്കെ ശരിയാക്കണം, പതിയെ കൊണ്ടുവരാം, നാളെ മുതൽ അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം എന്നുള്ള
അതായത് എനിക്ക് സൗകര്യപ്പെടുമ്പോ ചെയ്യാം എന്ന ചിന്തയാണോ, അതല്ല എനിക്ക് ഇപ്പൊ തന്നെ ചെയ്യണം, ഞാൻ ഇപ്പൊ അറിഞ്ഞ ഈ മനസ്സിലാക്കിയ ഒരു കാര്യം എനിക്ക് ഇപ്പൊ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയാണോ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്? ചിന്തിക്കാം, നല്ലപോലെ ചിന്തിക്കാം. ഉം അതായത് നന്മയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോ നമ്മളത് ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്യണം, ഇപ്പൊ തന്നെ ചെയ്യണം, ഇന്ന് തന്നെ ചെയ്യണം, ഇന്ന് മുതൽ തുടങ്ങണം എന്നാണോ? അതല്ല, തുടങ്ങാം, ഏ തുടങ്ങണം, ഏ ഇൻഷാ അള്ളാ, മെല്ലെ ശരിയാക്കി കൊണ്ടുവരാം, കുറെ ശരിയാകാനുണ്ട്, അങ്ങനെ പറയുന്ന കേൾക്കാം അല്ലെ ആൾക്കാര്. നമ്മളടക്കം അതൊക്കെ പറയുന്നവർ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ നമ്മൾ പറയുന്നതാണ് ഇതൊക്കെ, അല്ലെ? ഓരോ ക്ലാസ്, നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കുമ്പോ നമുക്കിങ്ങനെ തോന്നും, അതൊക്കെ ശരിയാക്കണം, അങ്ങനെ ആകണം, ഇങ്ങനെ ആകണം. ഓരോ സഹാബാക്കളുടെ ചരിത്രങ്ങളെല്ലാം കേൾക്കുമ്പോ ശരിക്കും ഭയങ്കര ഇങ്ങനെ ആവേശം തോന്നൂല്ലേ? നമ്മൾ വിചാരിക്കും അങ്ങനെ ആകണം, അങ്ങനെ ജീവിക്കണം എന്നൊക്കെ തോന്നും. ആ കേൾക്കുന്ന സമയത്തേ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കോ ആ ഈമാനിന്റെ ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞിട്ടുണ്ടാവൂലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈമാൻ കുറയും കൂടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പോ കുറയുന്ന സമയത്ത് കൂടാനുള്ള വഴി നമ്മൾ ആലോചിക്കുക, പ്രാർത്ഥിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക. അല്ലാഹു തആല നമുക്ക് അല്ലേ നല്ല നല്ല ഉന്നതമായ ദറജയിലുള്ള നല്ല ഈമാൻ അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാനും ഉള്ള കാര്യമല്ല ഈ ഇസ്ലാം ദീൻ എന്നൊക്കെ പറയുന്നത്. നമ്മള് അത് കേൾക്കുമ്പോ അതിനനുസരിച്ച് നമ്മൾ എന്താക്കാം, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. ഞാന് ഒരു ടീനേജ് കുട്ടികൾക്ക് നമ്മളെ ബാനുവിന്റെ പുറത്തെ മദ്രസിന്റെ ഇതിൽ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു കുട്ടീന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോ, അതായത് കുട്ടികൾ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ നമ്മളിപ്പോ ഈ സ്ത്രീകൾ വലിയ ആൾക്കാർ നമ്മൾ ആവശ്യക്കാരായിട്ട് നമ്മൾ കേൾക്കുന്ന പോലെ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് എടുക്കുമ്പോ അവർ വീഡിയോ ഓണാക്കുകയും ചെയ്യില്ല, നമ്മൾ പറയുമ്പോ എനിക്കൊന്നും റിപ്ലൈ ഒന്നും പറയൂല. അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ട് ഇങ്ങനെ ഹാൻഡ് റൈസ് ചെയ്യാൻ പറയും. അപ്പോ ശരിക്കും അതിലൊരു കാര്യം ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ? ബിസ്മില്ല എന്നുള്ള ഒരു കാര്യം. ബിസ്മി ബിസ്മി എന്ന് പറയുന്നത് നമുക്കറിയാലോ. അപ്പൊ ഞാൻ ചോദിച്ച്, ഇന്ന് എന്തെല്ലാം കാര്യത്തിന് ബിസ്മി അല്ലെങ്കിൽ എന്തെല്ലാം കാര്യത്തിന് ചൊല്ലാറുണ്ട് എന്ന് ചോദിച്ചപ്പോ ചിരിക്കുന്നു, ഉണ്ടെന്നില്ല. ഞാൻ ചോദിച്ച എന്തേ? കുറെ ആലോചിച്ചിട്ട് പറഞ്ഞു, നിസ്കരിക്കുമ്പോ ഫാത്തി ഓതുമ്പോ ബിസ്മി ഓതീനിന്ന് പറഞ്ഞു. വേറെ ഒന്നിനും ചൊല്ലിയിട്ടില്ല, ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ആകെ തരിച്ചുപോയി. എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ അപ്പൊ പറഞ്ഞു, പണ്ട് ചെറുപ്പത്തില് ചെയ്യാറുണ്ട്, പിന്നെ ഇപ്പൊ അതൊന്നും ഓർമ്മയില്ല, അങ്ങനെ ഓർമ്മിച്ച് ചെയ്യാറൊന്നും ഇല്ല. അല്ലാഹു അക്ബർ. ഞാനിങ്ങനെ വിചാരിച്ചു, ഇന്നത്തെ യുവതലമുറയുടെ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലത്തെ ഒരുപാട് കുട്ടികളുണ്ടാവൂലേ? മദ്രസയിൽ പണ്ട് പഠിച്ച് പിന്നെ ഒരു 7ാം ക്ലാസ് വരെയൊക്കെ അല്ലേ മദ്രസയിൽ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നും മദ്രസയിൽ അയക്കൂല. ദീനീ പഠനം പിന്നെ അവരത് അവിടെ സ്റ്റോപ്പായില്ലേ. പിന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് അവർ തിരിഞ്ഞ്. ചെറുപ്പത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടോ നമ്മൾ ചോദിക്കുന്നുണ്ടാ? ഇപ്പൊ നമ്മൾ ഈ സദസ്സിൽ ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുന്ന 168 ആൾക്കാർക്കും എന്തായാലും മക്കളോ, അല്ലെ, മക്കളോ പേരക്കുട്ടികളോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ, ഇനി നമ്മുടെ സ്വന്തം മക്കളില്ലാത്തവരാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ അല്ലെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളോ അങ്ങനെ ആരെങ്കിലും എല്ലാം ആയിട്ടുണ്ടാവൂലേ? വീട്ടില് കുട്ടികളുള്ള ആളുകളോട് ഞാനൊരു ടാസ്ക് പറയാം. നിങ്ങളുടെ മക്കൾ എത്ര വലിയ മക്കളാണെങ്കിലും നിങ്ങൾ ചോദിക്കണം. ജോലിക്ക് പോകുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നിങ്ങൾ ചോദിക്കണം. ജോലിക്കൊക്കെ പോകുന്ന വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന മക്കളാണെങ്കിലും നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ബിസ്മി പറയാറുണ്ടോ എന്ന് ഒന്ന് ചോദിച്ചു നോക്കണം. കാരണം ഞാനിത് കേട്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം എന്താ പറയാ, നമ്മൾ വിചാരിക്കും കുട്ടികളെല്ലാം ചെയ്യുന്നുണ്ടാവുന്നില്ലേ, പക്ഷെ ആ കുട്ടികളെ ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും ടീച്ചറെ, ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് ജനറേഷൻ, ഇങ്ങനെയാ ഉള്ളത്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ഈ നാട്ടില്. നമ്മളിങ്ങനെ ക്ലാസ്സും എന്താ പറയാ, മറ്റേ കുളത്തിലെ തവള പോലെ പുറത്തെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുമില്ല. നമ്മളെ മക്കളോട് ചോദിച്ചാൽ മതി, എന്നാൽ തന്നെ ഇപ്പൊ 171 ഇത്രയും ആൾക്കാർ വീട്ടിലുള്ള
ഒന്നോ രണ്ടോ കുട്ടികളോട് ചോദിക്കുമ്പോൾ എത്ര കുട്ടികൾക്ക് ആ ഒരു ഇൽമെത്തി. ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ അത് ചെയ്യും. ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഓർമ്മയോടുകൂടി ചെയ്യാനും ഒരു ടാസ്ക് പോലെ കൊടുക്കുക. എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോൾ ബിസ്മി പറയണമെന്ന്. നമ്മളിത് കേൾക്കുക, നമ്മൾ ചെയ്യുക, നമ്മൾ അനങ്ങാണ്ടിക്കുക. ഇങ്ങനെയല്ല. ദാവത്തിന്റെ ഭാഗാന്ന് ഇതെല്ലാം. ഒരു നന്മയല്ലേ. നമ്മളെ വീട്ടിൽ എത്ര മക്കളുണ്ട്, ആ മക്കളോട് എല്ലാവരും ചോദിക്കും. മക്കളുള്ള മക്കളായാലും കുഴപ്പമില്ല, എത്ര പ്രായമുള്ള മക്കളാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ചോദിക്കണം. ചോദിക്കണം, എന്തായാലും ചോദിക്കണം. ഞാനിത് പറയുന്ന വെച്ചാൽ അത് ആ ഒരു അറിവ് ചെറുപ്പത്തിൽ കേട്ടിനി, പണ്ടെല്ലാം ചെയ്യലുണ്ടേനു, ഇപ്പൊ ചെയ്യില്ല എന്ന് പറയുമ്പോ അതുപോലെ എത്ര കുട്ടികൾ ഉണ്ടാവും ഇങ്ങനത്തെ നിസ്സാരമായ അല്ലെ. ആ ഒരു ബിസ്മീന്റെ ബർക്കത്ത് നമ്മൾ എത്ര ക്ലാസ് കേട്ടതാ അല്ലെ. ബിസ്മീന്റെ പ്രാധാന്യം, ബിസ്മി ചൊല്ലിയാലുള്ള നേട്ടം, ഗുണങ്ങള് അല്ലെ. അതൊരു സുന്നത്താണ്. അതില് പിശാചിന്റെ ഉപദ്രവം ഉണ്ടാകൂല. നമ്മളൊരു ബിസ്മി ചൊല്ലിയിട്ട് ചെയ്താലില്ലേ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ, ഇത് നമ്മൾ ചെല്ലുന്നുണ്ട് ഇല്ലേ. ബിസ്മി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്താലും അന്ന് ആകാശത്തോ ഭൂമിയിലുള്ള അള്ളാഹു സൃഷ്ടിച്ചതായ ഒരു വസ്തുവിന്റെ ഉപദ്രവം നമുക്ക് ഏൽക്കൂലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതാണ് അല്ലേ. അത്രയും വലിയ ഒരു കാര്യമാണെന്ത്, ബിസ്മി പറയാന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കണം, മക്കളോട് ചോദിക്കണം അല്ലെ. നല്ല കാര്യങ്ങൾക്ക് ബിസ്മി ചെയ്യാറുണ്ട അല്ലെ. വാതിലടക്കുമ്പോ, തുറക്കുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, വീട്ടിൽ കയറുമ്പോ ഇതെല്ലാം ബിസ്മില്ല പറയണം. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോ അല്ലെ, എന്തൊരു നല്ല കാര്യത്തിനും ബിസ്മി പറയാറുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുക. നിങ്ങളെ വീട്ടിലുള്ള ആൺകുട്ടികളായിക്കോട്ടെ, പെൺകുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ചെറിയവരായിക്കോട്ടെ, ചോദിക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ അവരോട് പറയണം. നിങ്ങൾക്കറിയുന്ന നിങ്ങളെ സുഹൃത്തുക്കളോടും നിങ്ങൾ ചോദിക്കണം ഈ കാര്യം. അവരുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവൂലേ, അവർക്കൊന്നും ചിലപ്പോൾ ചെയ്യാത്തവരായിരിക്കും, ചിലപ്പോ അറിയുണ്ടാവും, ഇങ്ങനെ ബിസ്മി ചൊല്ലണം എന്നെല്ലാം അറിയുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊരു ശീലമല്ലാതെ അത് ജീവിതത്തിൽ നിന്നും മെല്ലെ മെല്ലെ ഒഴിവായി പോയിട്ടുണ്ടാവും. അങ്ങനെയാണ്. അതിങ്ങനെ മെല്ലെ ഒഴിവായി പോകുന്നതാ. ശരിക്കും അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അള്ളാഹ് ശരിക്കും അവിടെ അള്ളാഹുവിന്റെ ഒരു ദിക്റാന്ന് കൊണ്ടുവരുന്നത് അല്ലെ. അള്ളാഹുവിന്റെ ഒരു ഓർമ്മ. ഇതിനെയൊക്കെ ആരാ എല്ലാം നമ്മളെല്ലാം നമ്മുടെ മക്കളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയത് ആരാ? പിശാചിന്റെ പ്രവർത്തനം അല്ലെ. ഒരു ദിക്റും ഇല്ലാതെ, ഒരു സുബ്ഹാനല്ലാഹ് പോലും പറയാതെ അല്ലെ, നിസ്കാരം കഴിഞ്ഞാലുള്ള ദിക്ർ ചൊല്ലാതെ എഴുന്നേറ്റ് പോകുന്ന എത്ര ആൾക്കാരുണ്ടാവും. നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട, നമ്മളെ സ്വന്തം വീട്ടിലെ സ്വന്തം നിങ്ങൾ ഭർത്താക്കന്മാരോടും ചോദിക്കാം കേട്ടോ. മക്കളിൽ നിന്ന് മാത്രം ആക്കണ്ട, ഭർത്താക്കന്മാരോടും നമുക്ക് ആരോടൊക്കെ നമുക്കിത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റോ അവരോടൊക്കെ ഇന്ന് ഈ ഒരു കാര്യം, ഇതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് ശരിയാക്കി കൊടുക്കാൻ കഴിയും. ദാവത്ത് എന്ന് പറയുന്നത് നമ്മള് മൈക്ക് കെട്ടിയിട്ട് പ്രസംഗിക്കൽ മാത്രമല്ല. ഒരു ബിസ്മി അവിടെ വരുമ്പോ എല്ലാ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അവർ സുരക്ഷിതമാകുകയും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറയുന്നത് എന്താണ്, നമുക്ക് അള്ളാഹു ഒരു സുരക്ഷിത വലയം തരുന്നു. എല്ലാ ഷെറിൽ നിന്നിലെ എല്ലാ പൈശാചികതകളിൽ നിന്നും നമ്മളെ അള്ളാഹു കാത്ത് സംരക്ഷിക്കാൻ. വീട്ടിൽ കയറുമ്പോ പിശാചുക്കളൊക്കെ ഒഴിഞ്ഞുപോയി അല്ലെ. സുബ്ഹാനല്ലാഹ്. എത്രമാത്രം വലിയ കാര്യാണത്. എല്ലാരും സ്വന്തം ജീവിതത്തിലും പ്രാവർത്തികമാക്കുക, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. സ്വന്തം മക്കളത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. എല്ലാ ആലിമായ ആഫിലായ മക്കളാണെങ്കിലും വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക. ചിലപ്പോ അവർക്കും ഇങ്ങനെ മറന്നു പോകുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവരും ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിലോ. അപ്പൊ അതുകൊണ്ട് അത് സാന്ദർഭികമായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ വിഷയം. അപ്പം നമുക്ക് സൗകര്യമുള്ളപ്പോ ചെയ്യാന്നുള്ളതല്ല. അല്ലെ, നമുക്ക് സൗകര്യം വരുമ്പോഴേക്കും നമ്മൾ ഈ ദുനിയാവിൽ ഉണ്ടാവണമെന്നില്ല. എന്നിട്ട് നന്നാകാ, അത് കഴിഞ്ഞിട്ട് നന്നാകാ, ഇത് കഴിഞ്ഞിട്ട് നന്നാകാന്നൊന്നും ആരും വിചാരിക്കണ്ട അല്ലെ. ഇപ്പൊ തന്നെ കേൾക്ക, അനുസരിക്ക. നമുക്കൊരറിവ് ലഭിച്ചാല് അതിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്താ ഇവിടെ പറഞ്ഞത്, അള്ളാഹുവിന്റെ അള്ളാഹുൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല അല്ലെ. നമുക്ക് കുറെ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു ദിവസത്തെ ആയുസ് നീട്ടിക്കിട്ടാൻ എന്തെങ്കിലും വഴി ഉണ്ടാകോ അല്ലെ. ഹോസ്പിറ്റലുകളിൽ ജീവൻ രക്ഷാർത്ഥം കിടക്കുന്ന രോഗികളുണ്ട്.
അവരുടെ കുടുംബക്കാരും ആൾക്കാരൊക്കെ ഒരുപാട് പൈസയും സമ്പത്തും ഉള്ള ആളുകളായിരിക്കും. അവര് ലെ എന്ത് വേണമെങ്കിലും തരാം, നമ്മള് ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കും. എന്ത് കൊടുത്താലും ജീവൻ തിരിച്ചു കിട്ടോ? അത് അള്ളാഹിന്റെ തീരുമാനമേ നടക്കൂ. ല്ലേ? അള്ളാഹുവിന്റെ തീരുമാനം മാത്രമേ നടക്കൂ. ഉം നമ്മുടെ യഥാർത്ഥ രക്ഷാധികാരി ആരാണ്? അള്ളാഹുവാണ്. ഉം അതുകൊണ്ട് നമ്മളെ പ്രതീക്ഷയും നമ്മളെ ഭയവും, ല്ലെ, സഹായത്തിനായുള്ള നമ്മളെ ആശ്രയം എല്ലാം അള്ളാഹുവിലേക്കായിരിക്കണം. ഈ പ്രതീക്ഷനെയും ഭയത്തെക്കുറിച്ചൊരു ക്ലാസ്സിൽ ഇങ്ങനെ കേൾക്കാനിടയില്ല. അപ്പൊ അതിൽ പറഞ്ഞ ഒരു ഇതെന്താണെന്നറിയോ? പ്രതീക്ഷയും നല്ലോണം വേണം, ഭയവും വേണം. ഭയം എന്ന് വെച്ചാല് പേടിച്ച് ഓടാനുള്ള ഭയമല്ല. നമ്മൾ പ്രതീക്ഷയോടെ ആ ഭയം എന്നുള്ളത് നമ്മളെ റബ്ബിലേക്ക് കൂടുതൽ അടുപ്പിക്കുക വേണ്ടേന്ന് പറയാം. റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനാണ് കാരണമാണ്. അതായത് നമ്മൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ പേടിച്ചിട്ട് വിനയാന്വിതരായിട്ട് അള്ളാഹുലേക്ക് കീഴൊതുങ്ങുക. അല്ലാതെ ഇങ്ങനെ എന്താ പറയാ, സിംഹത്തിനെ പുലിനെയും പേപ്പട്ടീനെയും കണ്ടാല് നമ്മൾ പേടിച്ച് ഓടുന്നത് പോലെ അള്ളാഹുവിൽ നിന്ന് അകലാനല്ല. നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പം, സാമീപ്യം നേടിയെടുക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. അള്ളാഹുവിന്റെ ആ ഒരു ഏറ്റവും സാമീപ്യം സിദ്ധിച്ച നല്ല ആളുകളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് എന്താവശ്യം വന്നാലും നമ്മളെ സഹായിക്കാൻ അള്ളാഹുവേ ഉള്ളൂ. അത് നമ്മൾ ആദ്യം ഓർമ്മിക്കണം. അള്ളാഹ് എന്ത് കാര്യം വരുമ്പോഴും റബ്ബിലേക്ക് മാത്രം ആദ്യം, അല്ലെ, ഏറ്റവും ഫസ്റ്റ് അള്ളാഹുലേക്ക് തന്നെ. ഇപ്പൊ നമ്മള് ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ അറിയുമ്പോ നമ്മൾ ഉത്തരവാദിത്തം കൂടുന്നതിനനുസരിച്ച് നമുക്ക് വരുന്ന പരീക്ഷണങ്ങളും കൂടും. അള്ളാഹുലേക്ക് നമ്മൾ എത്രത്തോളം അടുക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നമ്മളെ റബ്ബ് നമ്മളെ ഈമാൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നൽകി പരീക്ഷിക്കും. സുബ്ഹാനല്ലാഹ്. എല്ലാം പരീക്ഷണം തന്നെയാണ്, അല്ലെ? ഈ ജീവിതം എന്താണ്? ഒരു പരീക്ഷണം. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്ന ആയത്താണ്, അല്ലെ? ഭൂമിക്ക് മീതെ അള്ളാഹു എന്താക്കിയിട്ടുണ്ട്? എല്ലാം നമുക്ക് അലങ്കാരമാക്കി തന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമുക്ക് കൊതി തോന്നുന്ന രീതിയിൽ, നമുക്ക് എന്താ പറയാ, നമ്മളെ ആഗ്രഹം വരുന്ന രീതിയിലാണ് ഭൂമിയിലുള്ളതിനെല്ലാം നമുക്ക് എന്താക്കി തന്നിട്ടുള്ളത്? സീനത്താക്കി തന്നിട്ടുള്ളത്. സീനത്ത്. ആ സീനത്ത് ആക്കി തന്നത് എന്തിനാന്നറിയോ? നിങ്ങൾ ഓരോരുത്തരും, അല്ലെ? ഈ യബ്ലുവഹും അയ്യുഹും അഹ്സനു, അവരിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കത് എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. നമ്മള് സൂറത്തുൽ മുൽക്ക്, ശരിക്കും സൂറത്തുൽ മുൽക്കും അള്ളാഹു സുബ്ഹാനഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? മഗ്‌രിബിന് ശേഷം. അതുപോലെ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകളും നമ്മളോട് എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഈ 2 സൂറത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ആയത്തല്ലേ ഇത്? ഭയങ്കര അതിശയം തോന്നിപ്പോയി. നമ്മളോട് ഇങ്ങനെ പതിവായിട്ട് ഇത് ഓർമ്മിപ്പിക്കാനായിരിക്കൂലേ രാവിലെയും വൈകുന്നേരം എല്ലാം പറഞ്ഞ പോലെ നമ്മളോട് ഇത് ഓതാൻ പറഞ്ഞിട്ടുണ്ടാകുക. നമ്മളൊരു എന്താ പറയാ, ഒരു കടമ തീർക്കുന്ന പോലെ, ഒരു ചടങ്ങ് തീർക്കുന്ന പോലെ ഒരു മുൽക്കോതൂലേ? ഈ ആയത്തുകളെ ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ പാഠം ഉൾക്കൊള്ളാനോ, അല്ലെ? അലം യഅതികും നദീർ എന്ന ആയത്തൊക്കെ നമ്മൾ എത്ര ഓതി പോയതാ, അല്ലെ? നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലേ? ഏ നരകത്തിങ്കൽ വെച്ചിട്ട് ചോദിക്കുന്ന നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുന്ന ആ കാഴ്ച, ഇതൊക്കെ എപ്പോഴും നമ്മൾ സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ ഓതുന്നു. അതിന്റെ അർത്ഥം, ആശയം മനസ്സിലാക്കുക. ചോദ്യം, അല്ലെ, നമ്മളോട് ചോദിക്കുന്നത്. അതുപോലെ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയോ വരുന്നത്? സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളാണല്ലേ? അള്ളാഹുവിലേക്കുള്ള നമ്മളെ ക്ഷണം. അതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, നടിക്കാൻ പാടില്ല. പതിവായി ചെയ്യാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും അതിൻ്റെതായ മഹത്വവും പ്രാധാന്യവും ഉണ്ട്. നമ്മൾ അത് ഉൾക്കൊള്ളണം.
നമ്മൾ അതറിയണം, മനസ്സിലാക്കണം. ആ ഗുഹയിലകപ്പെട്ട അവര് ഗുഹയിലേക്ക് അഭയം തേടിയല്ലേ. അവരെന്നിട്ട് അള്ളാഹുവിനോട് എന്താ പ്രാർത്ഥിച്ചത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റഷദാ. എന്ത് നല്ല പ്രാർത്ഥനയാന്നറിയോ? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന അള്ളാഹിന്റെ അടുത്ത്. ഞങ്ങൾക്ക് അള്ളാഹിന്റെ കാരുണ്യം കിട്ടാൻ അല്ലെ, ഞങ്ങളെ മുന്നോട്ടുള്ള ഞങ്ങളെ വഴി എളുപ്പമാകാൻ, കാര്യങ്ങളൊക്കെ തയ്യാറാക്കി തരാൻ, സന്മാർഗത്തിലേക്കുള്ള വഴി നമുക്ക് അല്ലേ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. നമുക്ക് എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രാർത്ഥിക്കാം, ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പൊ നമ്മളെ അറിവ്, നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തം കൂടിക്കൂടി വരും. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എന്താക്കണം? ചെയ്യാൻ ശ്രമിക്കണം, ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുമ്പോൾ ആ അറിവിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സൽക്കർമ്മങ്ങളിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരണം. കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണോ? ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം അല്ലെ. എന്തോ ഒരു ഫിത്നയിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ട്. നമ്മളെ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നല്ല നല്ല സൽക്കർമ്മങ്ങൾ നമുക്കിപ്പൊ ചെയ്യാൻ പറ്റാതെ ആകുന്നുണ്ടോ? നമ്മളിൽ നിന്നത് നഷ്ടപ്പെടുന്നുണ്ടോ? പിശാചിന്റെ എന്തോ ഒരു പ്രവർത്തനം അവിടെ കടന്നു വരുന്നുണ്ട് അല്ലെ. പൈശാചികത നമ്മളിലേക്ക് ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. അപ്പം അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച ആ രോഗത്തിന് നമ്മൾ എന്താക്കണം? കൃത്യമായിട്ട് ചികിത്സിക്കണം. ചികിത്സ കൊടുക്കേണ്ടടുത്ത് ചികിത്സ കൊടുത്തേ പറ്റൂ. അള്ളാഹു നമുക്കത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കാം, അള്ളാഹുവിന്റെ വിളി കേൾക്കുമ്പോ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ അല്ലെ നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ മിഷ്കാത്തിൽ വന്ന ഒരു പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? നമ്മളെ ആയിഷ തുടങ്ങിയ ഒരു സംരംഭമാണ്. അതിനെക്കുറിച്ച് ചിലപ്പോ അധികം ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ. എനിക്ക് തോന്നുന്നത്, അതായത് തിരിച്ചറിവ് എന്ന് പറഞ്ഞിട്ട് ഒരു സംരംഭം. പിന്നെ റിയലൈസേഷൻ, അങ്ങനെയാണ് അതിന്റെ ഇതുള്ളത്. അതിന്റെ ആ പോസ്റ്റിലുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, ഞങ്ങൾ വർഷങ്ങളായി ഖുർആൻ പഠിക്കുന്നു, ജുമാ ഖുതുബകൾ മറ്റ് പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, ദീനി ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു, സംഘടിപ്പിക്കുന്നു, ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ സജീവമാണ്. എന്നിട്ടും എവിടെയോ അല്ലെ നമുക്ക് എന്താ പറയാ ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ എവിടെ തുടങ്ങണം എന്നറിയില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്കും ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പം പിന്നെ അത് നമ്മള് ഈ ഇങ്ങനെയുള്ള ഓരോ കോഴ്സും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. നമുക്ക് ഏതാണോ അതില് ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ഉണ്ട്. എന്താണോ അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് അല്ലെ, എന്താണ് അന്വേഷിക്കുന്നത് അത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. കാരണം ഇതൊക്കെ നമ്മളെ എന്താ പറയാ, നമ്മളെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇപ്പം അതിൽ കുറെ ഓപ്ഷൻസ് ഉള്ളത് എന്തെല്ലാന്നറിയോ? അഖീദ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ? ഖുർആൻ ജീവിതവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം, നിസ്കാരം മെച്ചപ്പെടുത്തണം, ഹൃദയത്തെ കൂടുതൽ മനസ്സിലാക്കി എന്നെ തന്നെ മാറ്റിയെടുക്കണം, ഇബ്ലീസിന്റെ വസ്വാസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് മനസ്സിലാക്കണം, അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയണം, കുടുംബജീവിതം മെച്ചപ്പെടുത്തണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി അടുത്തറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അള്ളാഹുമായുള്ള ബന്ധം ആഴത്തിലാക്കണം, ഹജ്ജും ഉംറയും പഠിക്കണം, യുവതലമുറയ്ക്ക് അനുയോജ്യമായ സഹായം വേണം. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പൊ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സും കാര്യങ്ങളും ഓരോന്നും അതിലിങ്ങനെ ഓരോ ചോദ്യമുണ്ട്.
അതായത് നമ്മളിങ്ങനെ പിന്നെ സജീവമായിട്ട് ശരിക്കും ശരി തന്നെയല്ലേ, വർഷങ്ങളായിട്ട് ഖുർആൻ പഠിക്കുന്നു, ജുമാ ഖുതുബ കേൾക്കുന്നു, പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, ദീനി ക്ലാസ്സുകൾ പങ്കെടുക്കുന്നു, സംഘടിപ്പിക്കുന്നു. ഒരുപാട് ഇസ്ലാമിക ഗ്രൂപ്പുകൾ ഉണ്ട് നമ്മളെ ഫോണില്. എന്നാൽ ജീവിതത്തിൽ ഒരു പരീക്ഷണം വന്നാൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ, അല്ലെ? അയാളാണ് ഇതിന് കാരണം, അല്ലെങ്കിൽ അവനാണ് ഇതിന് കാരണം, അല്ലെങ്കിൽ അവൾ എന്റെ ജീവിതം ഇതാക്കി, അല്ലെ? അവർ എന്നോട് അങ്ങനെ ചെയ്തു. ഇങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഉം നല്ല ശരിക്കും നല്ല നല്ല ഒരു ഇതാണ് ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്ന ചിന്തകൾ തന്നെയാണ്. ഉം ഏഹ് അതുപോലെ അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു ഇത് പ്രോഗ്രാം. അവിടെ നിന്ന് നമ്മളെന്താ പറയുന്നത്, എല്ലാരും പോകുന്നില്ലേ അതുകൊണ്ട്, അല്ലെ? പിന്നെ പരദൂഷണം നടക്കുമ്പോ ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ മ്യൂസിക്, ഹറാമായ കാര്യങ്ങൾ, അനാചാരങ്ങൾ, അവിടെ നമ്മൾ പറയും അതൊന്നും വലിയ കാര്യമൊന്നും ആക്കണ്ട, നമ്മളെ ഹൃദയം നന്നായാൽ മാത്രം മതി, അല്ലെ? ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ സ്വന്തത്തെ ന്യായീകരിക്കാൻ കണ്ടെത്തുന്നവരാണോ? തീർച്ചയായിട്ടും, അല്ലെ? ഇങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞ കാര്യം അതിൽ വരുന്നുണ്ട്, കടന്നു വരുന്നത്. ഈ പോസ്റ്റും ഈ ലിങ്കെല്ലാം നോക്കിയ പിന്നെ ഈ കാര്യങ്ങൾ കണ്ടവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? ഞാനിപ്പോ പറയുന്ന ഈ കാര്യങ്ങൾ നമ്മൾ മിഷ്കാത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഫോർ സക്സസിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പോസ്റ്റും അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. അതല്ല, ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല, ഒരുപാട് മെസ്സേജുകൾക്കിടയിൽ അത് അശ്രദ്ധമായി പോയെങ്കിൽ ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ഉടനെ റഷീദത്ത അതൊന്നും കൂടി പോസ്റ്റ് ചെയ്യണേ, എല്ലാരും ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. എന്നാല് കാര്യം ഇങ്ങനത്തെ കുറെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഈ കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞാലല്ലേ അവരെ ഫാമിലിയിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയൂ. ഇൻഷാ അള്ളാ. അപ്പൊ ഇങ്ങനെ കുറെ ആവശ്യക്കാരുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. എന്നിട്ട് പിന്നെ അതിൽ പറയുന്നുണ്ട്, അതായത് പിന്നെ നമ്മള് ദിവസവും പഠിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇത് എല്ലാം. പക്ഷെ എന്നിട്ടും നമ്മളെ ചിന്തകളെയോ നമ്മളെ സംസാരത്തെയോ പ്രവൃത്തികളെയോ മാറ്റിയിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ടും ചിലപ്പോ നമ്മളൊരു എന്താ പറയാ ഇഷ്ടമുള്ളത് മാത്രം സെലക്ട് ചെയ്യുന്ന ആളുകളാണോ? അതായത് ഈ ഓരോ കാര്യത്തിലും നമുക്ക് നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഹജ്ജും ഉംറയെല്ലാം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാ ഇപ്പുറത്തെ ഭാഗത്ത് പരദൂഷണം ഒഴിവാക്കുന്നില്ല, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല, ദേഷ്യത്തിന് ഒന്നും ഒരു ഇതില്ല, അനുസരണം തീരെയില്ല, അല്ലെ? ഹറാമായ ചുറ്റുപാടുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് നമ്മള്. എന്നാ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ. അതാണ് അള്ളാഹു തആല പറഞ്ഞത്. അള്ളാഹുവിന്റെ വിളി അതാണ്, അല്ലെ? നിങ്ങൾ എന്താക്കണം? നിങ്ങൾ പൂർണ്ണമായും പരിപൂർണമായും അള്ളാഹുവിന്റെ കീഴ്വണത്തിലേക്ക് വരിക എന്ന് പറഞ്ഞത്, പ്രവേശിക്കുക, അല്ലെ? ഇസ്ലാം എന്ന് പറഞ്ഞാല് തിരഞ്ഞെടുക്കാനുള്ള ഒരു മെനു അല്ല എന്നാ പറയുന്നത്. അതെന്താണ്? സമ്പൂർണമായ സമർപ്പണമാണ്. അതാണ് തിരിച്ചറിവ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. സമിഅന വ അതഅന, ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. അതാണ് വേണ്ടത്, അല്ലെ? ഓരോ രാത്രിയും നമ്മള് ഉറങ്ങുന്നതിന് മുമ്പ് ആമിന റസൂൽ പാരായണം ചെയ്തത്, അല്ലെ? അതിൽ നമ്മൾ പറയുന്നുണ്ടല്ലേ, സമിഅന വ അതഅന. നമ്മള് അത് ചിന്തിച്ച്, അല്ലെ, നമ്മളെ ഹൃദയത്തിൽ വരുന്നുണ്ട്, അതല്ല നമ്മളെ നാവില് മാത്രം. അപ്പം ശരിക്കും ഈ പ്രശ്നങ്ങൾ നമ്മൾ അറിവില്ലായ്മ കൊണ്ടല്ല സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഞാൻ പോസ്റ്റിൽ വായിക്കുന്നതാണ്, എന്റെ ഇഷ്ടത്തിന് പറയുന്നല്ലേ. ഇതൊക്കെ അവിടെ ഉള്ളതാണ്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ കാണാൻ കഴിയുന്നതാണ് ഇതൊക്കെ. സുബ്ഹാനല്ലാഹ്. എനിക്കിഷ്ടമാണോ അതിങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഇതാക്കുമ്പോ ഇങ്ങനെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. സ്ക്രീൻ ഷെയർ ആക്കണമെങ്കിൽ സ്ക്രീൻ ഷെയർ ആക്കിയാൽ മതിയായിരുന്നു, അല്ലെ? എല്ലാവർക്കും ഒന്ന് ഇതാക്കാലോ. ലാസ്റ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം നമ്മൾ ഓരോരുത്തരും എന്താവണം? സ്വന്തം താല്പര്യത്തിനല്ല, അല്ലെ, അള്ളാഹുവിന്റെ തൃപ്തി. അതാണ് ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം. അതിലേക്ക് നമ്മൾ എത്താം. നമ്മൾ സ്വന്തം ചോദിക്കാം, എന്റെ ഇസ്ലാം അത് സൗകര്യമുള്ള സമയങ്ങളിലേക്ക് മാത്രമാണോ?
എന്റെ വികാരങ്ങൾക്കനുസരിച്ചാണോ, അല്ല സമൂഹത്തിനനുസരിച്ചാണോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ ശരിക്കും ഞാൻ പറയുന്നുണ്ടോ? സമഅന വ അതഅന. നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് തന്നെ ചോദിക്കാം. അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാൻ അല്ലെ നമ്മൾ വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളെ മുമ്പിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം ഇന്ന് മുതൽ അല്ലെ, ഇന്ന് മുതൽ. സുബ്ഹാനല്ലാഹ്. അതിനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഈ ഹെൽപ്പ് ഡെസ്കിൽ പോകാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ഉണ്ട്. നമ്മളത് എന്താക്കിയാ മതി, ഒന്ന് പൊടി തട്ടിയെടുത്താൽ മതി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ചോദ്യം എന്താണ്, നമ്മൾ അള്ളാഹുവിന്റെ വിളി കേൾക്കുമ്പോ ഞാൻ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് ഞാൻ എന്നോട് ചോദിക്കാം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കാം. നിസ്കാരത്തിന്റെ വിളി കേൾക്കുമ്പോ നിസ്കാരത്തിലേക്ക് പോകുന്നുണ്ടോ വേഗം തന്നെ? ഹറാം ഒഴിവാക്കാനുള്ള കൽപ്പന വരുമ്പോ ഹറാമുകൾ ഉപേക്ഷിക്കുന്നുണ്ടോ? മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ പറയുമ്പോ ആ നന്മ ചെയ്യുന്നുണ്ടോ? ക്ഷമിക്കാനുള്ള നിർദ്ദേശം വരുമ്പോ ക്ഷമ കൈകൊള്ളാൻ സാധിക്കുന്നുണ്ടോ? തൗബ ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തലുകൾ വരുമ്പോ നമുക്ക് ഉടൻ തൗബ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നും പോസ്റ്റിലുള്ളതല്ല കേട്ടോ. അത് കഴിഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിലേക്ക് ഞാൻ വന്ന് അപ്പൊ അള്ളാഹുവിന്റെ വിളിക്കല് ലബ്ബൈക്ക് എന്ന് വിളിക്കുമ്പോ നമ്മള് ലബ്ബൈക്ക് നമ്മൾ പറയല്ലേ, അള്ളാഹു നമ്മളെ വിളിച്ച് നമ്മൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയതാ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് നമ്മൾ പറയാം. അങ്ങനെ ആകുമ്പോ ആ ജീവിതം എന്താണ്, വളരെ മനോഹരമായിരിക്കും അല്ലെ? സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും സത്യം കേൾക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്താനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് കാര്യങ്ങൾ കേട്ടു, അറിഞ്ഞു, മനസ്സിലാക്കി. അള്ളാഹുവേ, അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പൂർണ്ണമായ ഒരു മുസ്ലിമായി ഈ ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്ക് റഹ്മാനെ. ഞങ്ങൾക്ക് അതിന് പ്രാപ്തി നൽകി അനുഗ്രഹിക്ക് റഹ്മാനെ. ഒരുപാട് അറിഞ്ഞു, ഒരുപാട് പറഞ്ഞു അല്ലെ, ഒരുപാട് ക്ലാസ് എടുത്തു. ഞാൻ എന്റെ കാര്യം പറയാം. എന്നിരുന്നാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ പോരായ്മകൾ ഫീൽ ചെയ്യുന്നു. അള്ളാഹുവേ, നിന്റെ ഇഷ്ടപ്പെട്ട, നിന്റെ പ്രിയപ്പെട്ട നല്ലൊരു അടിമയാകണം എന്നാണ് ആഗ്രഹം. അള്ളാഹുവേ, അതിനുതകുന്ന രീതിയിൽ കർമ്മങ്ങൾ നന്നാക്കാൻ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, സ്വഭാവം, സംസാരം, കാഴ്ച, കേൾവി എല്ലാം നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്കൊരു കുഞ്ഞു ചെറുവിരൽ പോലും ചലിപ്പിക്കാൻ സാധിക്കില്ല റഹ്മാനായ റബ്ബേ. ഞങ്ങളെ നീ നന്മയിൽ സഹായിക്കണേ റഹ്മാനെ. തിന്മയാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. എല്ലാ പൈശാചികതകളിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. എല്ലാ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് എപ്പോഴും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിലും നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് അത്യാവശ്യമാണ് റഹ്മാനായ റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ പൊതിയണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ എളുപ്പം പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിന്നിലേക്ക് കൂടുതൽ 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 അടുത്ത് നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയായി ഈ ദുനിയാവിൽ ജീവിച്ച് മരണപ്പെടുന്ന സമയത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന വിളി കേട്ടുകൊണ്ട് സമാധാനത്തോടുകൂടി മരണപ്പെടാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഖബറുകളിൽ ഞങ്ങൾ ഒറ്റക്കാകുന്ന സമയത്ത് അള്ളാഹുവേ, ഞങ്ങൾ പഠിച്ച ഈ പരിശുദ്ധ ഖുർആനും ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി, ഞങ്ങൾക്ക് വെളിച്ചമായി, കൂട്ടുകാരനായി ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖബറിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുവാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ആ രീതിയിൽ ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇന്നത്തെ ഈ ലോകത്ത്, ഈ ദുനിയാവിന്റെ വഞ്ചനയിൽ ഞങ്ങൾ പെട്ടുപോകാതിരിക്കാൻ ഞങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. എന്താണ് ഈ ദുനിയാവിന്റെ ഒരുപാട് തിരക്കുകൾ പലപ്പോഴും നന്മയായ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തുന്ന അല്ലാഹുവേ. ദുനിയാവിന്റെ തിരക്കുകളിൽ പെട്ടുപോകാതെ പരലോകത്തിന്റെ തിരക്കുകളിൽ വ്യാപൃതരാകാൻ അല്ലാഹുവേ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളിൽ ഒരുപാട് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട് റഹ്മാനായ റബ്ബേ. അതൊക്കെ നിന്റെ മഹത്തായ ഫضല് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും
ഒരു വന്നുപോയ തിന്മകളെല്ലാം നീ നന്മകളാക്കി മാറ്റിത്തരണേ റഹ്മാനെ. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള ആരോഗ്യവും ആഫിയത്തും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അലസതയിൽ നിന്നും, മടിയിൽ നിന്നും, ഭീരുത്വത്തിൽ നിന്നും, പിശുക്കിൽ നിന്നും, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുവേ നീ രോഗങ്ങൾക്ക് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ഒരു രോഗത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു സഹോദരി ഇന്നൊരു ദുആ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു അപൂർവമായ ഒരു രോഗം, മഞ്ചേരിയുള്ള ഒരു സഹോദരി UK ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പഠിക്കുന്നതാണ്. അപ്പോ എന്താ പറയാ, 10 ലക്ഷത്തിൽ ഒരാൾക്ക് അങ്ങനൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖാന്നാ പറഞ്ഞത്. അപ്പൊ അതിന് എന്താണ് അതിന്റെ പേര്, എന്തോ ഒരു ഇത് മാറ്റിവെക്കലാണ്. അപ്പൊ അത് യോജിച്ചത് ആരടുത്തുനിന്നാണ്, അത് അവർക്ക് കിട്ടണം. അതിനുള്ള ഒരു പിന്നെ ഇത് ടെസ്റ്റ് ഓഗസ്റ്റ് 15-ാം തീയതി മഞ്ചേരിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പം എല്ലാരും ദുആ ചെയ്യാൻ, ആ സഹോദരിക്ക് അവർക്ക് യോജിച്ച ആ ഒരു കാര്യം അവർക്ക് കിട്ടാനും, ആ നല്ല ചികിത്സ നല്ല രീതിയിൽ വിജയകരമായി പൂർത്തിയാക്കാനും, ആ കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും കഴിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ആ കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ, ചികിത്സ വിജയകരമാക്കി കൊടുക്കട്ടെ, നല്ല ഹൈറായ ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇതുപോലെ അപൂർവമായ ഒരുപാട് രോഗങ്ങൾ പലരും പല രീതിയിലും അനുഭവിക്കുന്നുണ്ട്. അതിലെല്ലാം എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു ഒരിക്കലും ഇങ്ങനെ രോഗങ്ങളും പരീക്ഷണങ്ങളും അനുഭവിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അതിൽ എന്താക്കാൻ പാടില്ല, മനപ്രയാസം ഉണ്ടാകാൻ പാടില്ല. ജന്മനാ ഒരുപാട് വൈകല്യങ്ങളോട് കൂടി ജനിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അവരെ കാണുമ്പോഴൊന്നും നമുക്ക് മനസ്സിലൊരു വെറുപ്പോ ഒരു ഒരു എന്താ പറയാ, ഒരു അകൽച്ച ഒന്നും തോന്നാൻ പാടില്ല. ശരിക്കും അങ്ങനെയുള്ള കുട്ടികളുള്ള മാതാപിതാക്കളൊക്കെ ശരിക്കും അനുഗ്രഹീതരാണ്, അങ്ങേയറ്റം അനുഗ്രഹീതരാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ് അവർക്കൊക്കെ ലഭിച്ചത് അല്ലെ. അതിലൊക്കെ ഒരുപാട് ഹൈർ ഉണ്ടാവും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഹൈറാണ്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളിൽ നിന്നും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഒരുപാട് പേര് അള്ളാഹുവെ ഇന്ന് ഖബറുകളിലാണ്. അള്ളാഹുവെ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.